ആപ്പിൾ ഐ ഡി ലോക്കായി. കൺട്രി ലോക്കല്ലോ, ആപ്പിൾ ഐ ഡി ലോക്കായി നമ്മൾക്ക് പൊട്ടിച്ചേരാൻ പറ്റൂലെന്നല്ല, എല്ലാ കടകളിലും പോയി നമ്മൾ ചെയ്തിരുന്നു. ഐഫോണാണ് ഏറ്റവും എളുപ്പം നേരാക്കാൻ. അങ്ങനെയുണ്ട്. 1 കോടി മുതൽ 1.5 കോടി ഐഫോൺ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ആണെന്നുണ്ടെങ്കിൽ 20 കോടി ഒരു വർഷം ഐഫോൺ വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും പേര് ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അടുത്ത് വരെ പിന്നെ ആപ്പിളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം തന്നെ ഏകദേശം 4 സ്റ്റുഡൻസ് ആണ് സ്വന്തമായി ഷോപ്പ് ഇട്ടത്. വെൽക്കം ടു റോഷൻ ഡയറീസ്. നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ബെൽസെല്ലിൽ വരുന്നത്. ഇന്ന് ഇവിടെ വരാനുള്ള ഒരു പ്രത്യേക ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിശേഷം നിങ്ങൾ നേരിട്ടിട്ട് തന്നെ കേൾക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. ഞാനൊക്കെ ഒരു +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത ഡിഗ്രിക്ക് പോയി കഴിഞ്ഞിട്ടും പിന്നെ സംഭവിക്കണം എന്താ പറയുക, വീണ്ടും അടുത്ത കോഴ്സ് എടുക്കാൻ പോകും. എൻ്റെ സമയം അവിടെ കുറേ പോയിട്ടുണ്ട്. സമയം കുറേ പോകാന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു കൂട്ടിയ കോഴ്സ് അന്ന് പറഞ്ഞു തരാൻ ആളുകളില്ല. ഏകദേശം ഒരു 9ഓളം പ്രൊഫഷണൽ കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ടാവും കുറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം വരുത്തേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ ജോലിക്ക് കയറാൻ പറ്റണം. പഠിച്ചിറങ്ങിക്കഴിഞ്ഞ ജോബിന് ഒരിക്കലും +2 കഴിഞ്ഞ ഒരാൾക്ക് പറ്റില്ല. പറ്റും എവിടെയെന്ന് അറിയാം, വല്ല സെയിൽസിലും എന്തെങ്കിലും കയറാന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. പ്രൊഫഷണൽ ആയിട്ടൊരു സ്ഥാനത്തും കയറാൻ പറ്റില്ല. ബെൽസെല്ലിൽ വന്നു കഴിഞ്ഞാൽ, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എല്ലാ ദിവസവും ക്ലാസ് ആണല്ലോ. അപ്പോൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ച വരെ ക്ലാസ് ആണ്. പിന്നെ ആകെ ഉള്ളൊരു സൺഡേ ആണ്. ഈ സൺഡേ ഇന്നത്തെ കാലത്ത് പിള്ളേര് ആകെ ഫോണിൽ സ്പെൻഡ് ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് ബെൽസെല്ലിൻ്റെതായ ഭാഗത്തുനിന്ന് എന്താണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ. അതിൽ ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൺഡേയില് നമുക്ക് ഇപ്പൊ +2 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും 10th ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും അവര് എക്സാം കഴിയുന്നതോടുകൂടി 1 മാസം കൂടി നമ്മളെ ട്രെയിനിങ് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാസം നമ്മൾ എല്ലാ സൺഡേയിലും വന്ന് പിന്നെ 1 മാസം കൂടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, പിന്നെ കസ്റ്റമർ ഫോൺ റെഡിയാക്കാൻ കൊടുക്കും. കസ്റ്റമർ ഫോണുകളാണ് 5ാമത്തെ മൊഡ്യൂൾ നമ്മൾ ചെയ്യുന്നത്. ട്രെയിനിങ് സെന്റർ ആയിട്ടാണ്. അതായത് കസ്റ്റമറിന്റെ മൊബൈലുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 5ാമത്തെ മൊഡ്യൂൾ നമ്മൾ കൊടുക്കുന്നത്. ഇത്ര അധികം കസ്റ്റമർ ഫോണുകൾ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നു? അതെ, പിന്നെ ഷോപ്പ് വർക്കുകളാണ്. ഇതിൽ വേറെ വിഷയമുണ്ട്. പിന്നെ ഈ ഫോണ് ഡെഡ് ആയി എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഈ ഡെഡ് ആയ ഫോണുകൾ എങ്ങനെ ശരിയാക്കാം എന്നുള്ളൊരു പ്രശ്നം എല്ലാ ഷോപ്പുകളിലും ഉണ്ട്. നമ്മളിപ്പോ ഏതെങ്കിലും ഷോപ്പുകൾ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 5 ദിവസം എടുക്കുന്നതായിരിക്കും പറയാം. അങ്ങനെ അത് കളക്ട് ചെയ്തിട്ട് നമ്മളെ പോലെയുള്ള ആളുകളുടെ അടുത്ത് കൊണ്ടുവന്ന് തരുന്നു. എന്നിട്ട് നമ്മളത് ശരിയാക്കുന്നു. അപ്പൊ കസ്റ്റമറിന്റെ മൊബൈലുകൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഒരു ഫാക്കൽറ്റി ഉണ്ട്, അവരാണ് അത് ഡീൽ ചെയ്യുക. 2 ഫാക്കൽറ്റി, ഒരു ഷീ ടെക്നീഷ്യൻ പെൺകുട്ടി ഉണ്ട്. 3 പേരാണ് എന്ത് ചെയ്യുക ഈ ഷോപ്പ് വർക്കുകൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ സ്റ്റുഡൻസിനെയും കൂടി ഇരുത്തിയിട്ടാണ് എന്ത് ചെയ്യുക നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര അധികം ഫോൺ കിട്ടുന്നത് അല്ലേ? ടെക്നീഷ്യൻ ആയിട്ടുള്ള ആളുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ടെക്നീഷ്യൻ ആയിട്ടുള്ള പിള്ളേർ ടെക്നീഷ്യൻസ് ആണ് അവർ അപ്ഡേഷൻ കോഴ്സ് ഇവിടുന്ന് ചെയ്യുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഡിഗ്രി ആണ് എന്ന് വിചാരിക്കും. നമ്മള് നോർമൽ കോഴ്സ്, മറ്റൊരു PG. അതാണ് എന്ത് ചെയ്യുന്നത് ബെൽസെൽ ഐ ഹബ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഏറ്റവും വലിയൊരു സംശയം, ഇന്നത്തെ കാലത്ത് എല്ലാവരും ആൻഡ്രോയിഡ് ഒരു പരിധി വരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുറെ ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഐഫോണിന്റെ ഉപയോഗം ആവശ്യമില്ലാത്ത ആളുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അവർക്കത് യൂസ്ഫുൾ ആണ് വീഡിയോ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം പണ്ടായിരുന്നു പ്രൈവസി കാര്യങ്ങളൊക്കെ ഐഫോണിനെ പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് നടന്നത്. ഇന്നത്തെ കാലത്ത് പ്രൈവസിയുടെ കാര്യത്തിലൊന്നും ഐഫോണിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സെക്ഷനിലൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ എല്ലാവർക്കും ഐഫോൺ മതി. ഇല്ലാത്ത കാശ് EMI എടുത്തിട്ട് എടുക്കുന്ന ആളുകളാണ് നമ്മളെ നാട്ടിലത്തെ പിള്ളേര്. ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രാന്താണ്. ഒരു വർഷം ഇന്ത്യയിലത്തെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 1 കോടി മുതൽ 1.5 കോടി ഐഫോൺ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ആണെന്നുണ്ടെങ്കിൽ 20 കോടി ഒരു വർഷം ഐഫോൺ വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഇത്രയും പേര് ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ടെക്നീഷ്യന്മാരെ വളരെ കുറവുണ്ട്. ആപ്പിൾ കെയറിൽ പോയാൽ ബ്ലേഡ് ഇറക്കണ പോലത്തെ പ്രൈസ് ആണ്. ഒരു കേസ് മേടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഐഫോൺ കാറ്റഗറിക്കാണെങ്കിൽ ഹൈ പ്രൈസ് ആണ്, മറ്റുള്ള ആൻഡ്രോയിഡിനാണെങ്കിൽ ചീപ്പ് പ്രൈസ് ആണ്. ടെക്നീഷ്യന്മാരെ കാര്യം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് പേരാണ് ഉള്ളത്. എല്ലായിടത്തും ഐഫോൺ നന്നാക്കുന്ന ആളുകളില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് കോഴ്സ് ഉണ്ടോ, അതല്ല ജസ്റ്റ് ഈ ആൻഡ്രോയിഡ് മാത്രമാണ് നിങ്ങളോട് പഠിപ്പിച്ചു പോയിട്ടുള്ളത്? നമ്മൾ ഐഹബിലൂടെ അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ കാണുന്നത്. അതായത് ആൻഡ്രോയിഡ് മാത്രമല്ല ഐഫോണും നമ്മളവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ആൻഡ്രോയിഡ് മാത്രമായിട്ട് വേണമെങ്കിൽ പഠിക്കാം, അതുപോലെ തന്നെ ഐഫോണും മാത്രമായിട്ട് പഠിക്കാനുള്ള സൗകര്യമൊക്കെ നമ്മൾ ഐഹബിൽ ചെയ്യുന്നുണ്ട്. ആളെ പരിചയപ്പെടുത്തണം. അൻസാർ മഞ്ഞിയിൽ, പിന്നെ നമ്മുടെ ഡയറക്ടറാണ്. ഈ അടുത്ത് വരെ പിന്നെ ആപ്പിളിൽ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ഒരു വർഷത്തിന്റെ അധികം ആപ്പിളിലായിരുന്നു. ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ പോയതാണ്. മാനുഫാക്ചറിംഗിലായിരുന്നു. ഓക്കെ, എല്ലാ കണക്ഷൻസും ഉണ്ട്. അപ്പോ ഞാൻ അതിൽ ഒന്നുകൂടെ കൂട്ടി പറയാനുള്ളതേ, നമ്മളിവിടെ 4 മൊഡ്യൂളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ് ഉണ്ടാവുക. ഒരു മൊഡ്യൂളായിരിക്കും എന്തുണ്ട് അവർക്ക് സർവീസ് ട്രെയിനിങ് ഉണ്ടാവുക എന്നുള്ളതല്ലോ. അതിൽ 1ാമത്തെ മൊഡ്യൂൾ മുതൽ നമ്മൾ ഐഫോൺ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂൾ മുതൽ സോഫ്റ്റ്വെയർ ഏതില്? ഈ ഐഹബിന്റെലാണോ അതല്ല നോർമൽ കോഴ്സ് തന്നെ? ഐഫോൺ ആണ് ഏറ്റവും എളുപ്പം നേരാക്കാൻ. അങ്ങനെയുണ്ട്. അതിന്റെ ഓരോ സ്ക്രൂവും ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഒരു സ്ക്രൂ അഴിച്ച സ്ഥലത്ത് നിന്ന് ആ സ്ക്രൂ അല്ല ഇട്ടത് എന്നുണ്ടെങ്കിൽ ഇത്തിരി പാടായിരിക്കും. ചിലപ്പോ എന്ത് ചെയ്യും, സ്ട്രിപ്പിന്റെ ഉള്ളിലൊക്കെ സ്ക്രൂ കയറിപ്പോവും. അപ്പൊ ഫോൺ ഡെഡ് ആവാനുള്ള വഴിയുണ്ട്. ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എളുപ്പം സർവീസ് ചെയ്യാൻ എന്താണ്, നോർമൽ വർക്കുകൾ സർവീസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഐഫോണാണ്. ഒക്കെ സ്ട്രിപ്പുകളാണ്. ചാർജിങ്ങിന്റെ കണക്ടർ മാറ്റല് വളരെ റയറാണ്. ആ സ്ട്രിപ്പാണ്, അതിൽ മൈക്കും സ്പീക്കറും ഒക്കെ വരും. അപ്പൊ ഒക്കെ ഒരു കംപ്ലൈന്റ് മുഴുവൻ മാറ്റണം എന്നുള്ളതാണ്. പക്ഷെ എളുപ്പമാണ് സർവീസ് ചെയ്യാൻ. നിലവിൽ ഇപ്പൊ ഈ ഐഫോണിന്റെ കോഴ്സുകൾ ഇവിടെ പിള്ളേര് ഏറ്റവും കൂടുതൽ പഠിക്കാനും ബാംഗ്ലൂർക്കൊക്കെയാണ് പോവുക. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ചാടി കയറിയിട്ട് കുറെ പിള്ളേര് അവിടെ പോയി നിൽക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ആവശ്യമുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടാതെ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ആപ്പിളിന്റെ കോഴ്സ് നിങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ജോബ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഈ ഐഫോണിന്റെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ സാലറിയിൽ നല്ല വ്യത്യാസമുണ്ട്. അത് ആൻഡ്രോയിഡിന്റെ അതേ സാലറി പാക്കേജിന്റെ ആണോ പൊതുവെ? അതെ, പിന്നെ ഐഫോൺ ചിപ്പ് ലെവലും ആൻഡ്രോയിഡ് ചിപ്പ് ലെവലും 2 കോഴ്സായിട്ട് നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് പിന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ നല്ല ചാൻസ് ആണ്. ആപ്പിള് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് വളരെ കുറവാണ്. ദുബായ് പോലെ അല്ലെങ്കിൽ അറേബ്യൻ കൺട്രീസിലൊക്കെ ഐഫോൺ കൊണ്ട് ഏറും തല്ലാണ് അല്ലെ, ഇഷ്ടം പോലെ. അപ്പൊ അതാണ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അവിടെ എന്ത് ചെയ്യും, പിന്നെ സാലറി കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ. നമ്മള് കുട്ടികൾ തന്നെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ഇതിലിപ്പോ സന്തോഷമുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഐഹബില് ഏതെങ്കിലും, അതായത് ആൻഡ്രോയിഡ് മാത്രം എടുക്കണം എന്ന് വിചാരിച്ച് വന്ന പിള്ളേര് അവസാനം ഐഫോണിന്റെയും കൂടി എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ അത് നമുക്ക് നല്ലൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, ഓരോ ആൻഡ്രോയിഡ് കഴിഞ്ഞു നമ്മളൊരു മാസം അവൻ എന്ത് ചെയ്യും, ഷോപ്പ് വർക്ക് ഉണ്ടല്ലോ, അതില് പിന്നെ ചിപ്പ് ലെവൽ വരും. ഈ ചിപ്പ് ലെവൽ നമ്മൾ എന്ത് ചെയ്യും, സാറിന്റെ ഇതിൽ തന്നെ എന്ത് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക ചെയ്യാം. ഇഷ്ടംപോലെ ഫോണുകൾ വരുമ്പോൾ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഐഹബിലത്തെ പിള്ളേർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 മാസം ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഐഹബിലത്തെ പിള്ളേർക്കും അല്ലെ. മറ്റൊരു കാര്യം ഞാനിപ്പോ പുതിയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഐഫോണിന്റെ കേസിലൊക്കെ ആളുകൾ മെമ്മറി അപ്ഡേറ്റ് ചെയ്യുന്ന കുറെ പരിപാടികൾ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ 512 GB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധാരണ ആളുകൾക്ക് ഇതിനെ കുറിച്ച് ധാരണ ഇല്ലാതെ 128ഉം 64 GB ഒക്കെ എടുത്തിട്ട് ഇതിനെ കുറിച്ച് ധാരണ ഇല്ലാതെ എടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഐഫോണിന്റെ സ്റ്റോറേജ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞു. പിന്നെ അതിന് കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ തീരുമാനമാവും. അപ്പൊ പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലാഷ് മെമ്മറി അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നോർമലായി. ഇതിനപ്പുറത്ത് വേറെ സാധനം ഉണ്ട്. നമ്മള് പിന്നെ ആപ്പിൾ ID ലോക്കായി പറ്റൂല എന്നല്ല, എല്ലാ കടകളും പോയി ചെയ്തരും. കൺട്രി ലോക്കല്ലോ, ആപ്പിൾ ID നമ്മൾക്ക് പൊട്ടിച്ചേരാൻ പറ്റും. അതൊക്കെ ആയി. പിന്നെ അതൊക്കെ വളരെ സില്ലി കേസ് എന്നുള്ളതാണ് വെൽസെല്ലിന്.
അല്ല ഇത് പുറത്തേക്ക് വിട്ട പല രീതിയിലുള്ള വേറെ പ്രശ്നങ്ങളുണ്ട്. കുറെ ആൾക്കാർ ഫോണ് കട്ടിട്ട് പോണ ആൾക്കാരുണ്ട്. അതുണ്ടായി, അത് ഒരു വിഷയം ഉണ്ടായി. അത് നമുക്ക് ചെയ്യുമ്പോ അറിയാൻ പറ്റും, പറയാൻ പറ്റൂല. അതായത് ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ മിസ്സിംഗ് ഉണ്ടത് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിക്കുമ്പോ തന്നെ മനസ്സിലാവും, അറിയും. പിന്നെ നമ്മളിവിടെ വരുന്ന ഫോണുകൾ എന്ത് ചെയ്യുന്ന അറിയാം നമ്മള്, പിന്നെ ആധാർ കാർഡ് കാര്യങ്ങള്, അവരുടെ അഡ്രസ്സ്, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇത് കളവ് മുതലല്ല എന്ന് സൈൻ ചെയ്തിട്ടൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. നമ്മളിവിടെ ഓൾറെഡി ഒരുപാട് വർക്ക്സ് വന്നു തുടങ്ങി. ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടും ശരിയാവാതെ, ഈവൻ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഐപാഡ് ആയിരുന്നു, അതിന് ലോക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കുറച്ച് ഒന്ന് കറങ്ങി തിരിഞ്ഞ അവസാനം ഇവിടെ എനിക്ക് തോന്നുന്നു ആ പേജിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടോ, ഐ ഹാവ് പേജിൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ട്. ഒരു ലേഡിയാണ് അല്ലേ, നമ്മൾ പിന്നെ ശേഷം ആ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കത് സ്വാഭാവികമായിട്ട് നമ്മളിവിടെ ഡേ ടു ഡേ നടക്കുന്ന ഒരു കാര്യമായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമല്ല. കുട്ടിഘോഷിച്ച് എല്ലാവരും അറിയിക്കേണ്ട ഒരു രീതിയിൽ ഞങ്ങളത് നടക്കുന്നുണ്ട്. സിമ്പിൾ ആണ്, നടക്കുന്ന പരിപാടിയായി. ഓൾമോസ്റ്റ് ഒരു 8-10 ഒക്കെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോ ഈ മെമ്മറി അപ്ഗ്രേഡ് ചെയ്യുന്നതൊക്കെ എന്താണ്, ഇതിലത്തെ ചെറിയൊരു നിസ്സാര കാര്യമായിട്ട് മാറില്ല. നമ്മളൊക്കെ ഓൾറെഡി ചെയ്തോണ്ടിരിക്കണം. മറ്റേ നമ്മുടെ ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, എപ്പോഴും അപ്ഡേഷൻസ് എന്നുള്ള കാര്യത്തിലേക്ക് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് തന്നെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ടെക്നീഷ്യൻസ് ആണെങ്കിലും ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നവരാണ്. ഈ മേഖലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോയില് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ചില പാരൻസിന് അഭിമാനം ഉള്ള ഒരു എന്താ പറയാ ഹാപ്പി മൊമെന്റുകൾ ഉണ്ടാവും. മക്കളോടൊന്ന് പഠിച്ചിറങ്ങി പെട്ടെന്ന് ഒരു ജോലി കിട്ടിയിട്ട് ഒരു സന്തോഷിക്കുന്ന ഒരു നിമിഷം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ വിളിച്ചറിയിക്കാറുണ്ടോ? ഏത് നാട്ടുകാരനാ? തൃശ്ശൂർ. ഓക്കെ, അവർക്ക് ഇവിടെ ഓൾറെഡി PSC കോച്ചിങ്ങിന്റെ തൃശ്ശൂർ മാസ്റ്റേഴ്സിലാണ് പഠിക്കുന്ന കുട്ടിയാണ്. രാവിലെ 8 മണി മുതൽ 10 മണി വരെയുള്ള നമ്മുടെ ഏർലി മോർണിംഗ് ബാച്ചിലാണ് അവർ പഠിക്കുന്നത്. ഇന്നലെ അമ്മ വിളിച്ചിട്ട് എനിക്കും പേഴ്സണലി ഭയങ്കര സന്തോഷമായ കാര്യമായിരുന്നു. അവർ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും വിളിച്ച് അപ്ഡേറ്റ് കിട്ടുന്ന പാരന്റ്സ് കൂടെയാണ്. ശരി, വിളിച്ചു പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് ലുബ്ല. കാരണം അവനിങ്ങനെ വെറുതെ നടക്കുക, PSC കോച്ചിങ് ആയിട്ട് കുറച്ചായി നടക്കുന്നു, എനിക്ക് അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കറക്റ്റ് 5 മാസം ഇവിടെ പഠിച്ചു കോഴ്സ് പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ നമ്മൾ പ്ലേസ്ഡ് ആക്കുകയാണ്. അവർ കയറി പാരന്റ്സ് ആ ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര ഹാപ്പിയാണ്, ആ മോർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്, അവർ പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞ് ആ ഒരു പാരന്റിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഈ ഒരു മോനാണ് ഉള്ളത്, ഈ അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ ഈ മോനിലൂടെ വേണം കൊണ്ടുവരാൻ. അത് ഭയങ്കര ഒരു ഹാപ്പിയുള്ള മൊമെന്റ് ആയിരുന്നു. ഇപ്പോ സന്തോഷമുള്ള നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ മാസവും നമുക്ക് ഉണ്ടാവും. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ ഏകദേശം 4 സ്റ്റുഡൻസ് ആണ് സ്വന്തമായി ഷോപ്പ് ഇട്ടത്. ആ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ചെല്ലാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഏകദേശം 30+ എന്തോ ഷോപ്പുകൾ ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ സ്വന്തമായിട്ടുള്ള ഷോപ്പുകൾ. മറ്റൊരു അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വേറെന്താണെന്ന് അറിയോ, അവരത് പഠിച്ചിറങ്ങി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര പ്രൊജക്റ്റ് വേണമെങ്കിലും വർക്കുകൾ എടുക്കാം. കാരണം പേഴ്സണലി നിങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് എടുക്കുന്നുണ്ടല്ലോ ഷോപ്പുകാരൊക്കെ. അവരെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് ഭയങ്കര അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടെ ബെൽസൽ ഫാമിലിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അത് നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോ തന്നെ മനസ്സിലാവും അല്ലെ. ഞങ്ങളിങ്ങനെ എല്ലാവരും മിങ്കിൾ ചെയ്തിട്ട്. അല്ല, ഞാന് സിറാജ് സാറിനെ ഇപ്പോഴല്ല ഒരുപാട് കാലത്ത് പരിചയമുണ്ട്. ഏകദേശം ഞാനൊരു 2021 ടൈമിലാണ് തോന്നുന്നു ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് മുതലേ പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ ഇവിടെ ചെറിയൊരു പെട്ടിക്കൂടെ നീ കാണുന്ന പോലെ ഒന്നല്ല. ഇതില് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ചോദിച്ചല്ലോ പാരന്റ്സ് ഇങ്ങനെ വളരെ സന്തോഷത്തോട് ഇതിപ്പോ ഈ അടുത്ത് ഇന്നലെ ഉണ്ടായത് സാധനം, അതുകൊണ്ടായിരിക്കും ഇത് ഇടക്കുണ്ടാവുന്നതാ. ക്യാൻസൽ ചെയ്യും കാറ്റഗറി സ്റ്റുഡൻസ്. എനിക്ക് അങ്ങനെയല്ല നമ്മളതിന് വരേണ്ടത്. ഞാനത് ചോദിക്കാൻ വേറെ കാരണമുണ്ട്. ഇപ്പോ പല സ്ഥലത്തും പിള്ളേരെ പഠിക്കാൻ വിടും. പാരന്റ്സ് ചിലപ്പോൾ അതൊന്നും ബോധേടാവില്ല. പാരന്റ്സ് അവരവരുടേതായ തിരക്ക്, മക്കളോട് പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് അവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. പഠിച്ചിറങ്ങി കഴിഞ്ഞാലും ഈ പിള്ളേരുണ്ടല്ലോ വീട്ടില് കുറെ ടൈം
ജോബിന് കയറിയിട്ടുണ്ടാവില്ല. ജോബിന് കയറാതെ പല ആളുകളും പറയാ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് എന്നാ. അപ്പൊ അവര് ചില ആളുകൾ ഇന്റർവ്യൂവിനുള്ള ഓപ്ഷൻസുകൾ ഒരുക്കി കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ, ജോബ് ആക്കി കൊടുക്കാന്നുള്ള ഒരു പരിപാടി. ഇത് പറഞ്ഞപ്പോ എനിക്കൊന്ന് ഓർമ്മ എന്താ വെച്ചാലേ, മറ്റൊരു പയ്യൻ വന്നിട്ടുണ്ടായില്ലേ, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതാ, അവൻ അവിടുന്ന് പ്ലേസ്മെന്റ് കൊടുത്തില്ല. എന്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറയണ്ടത് നമ്മൾ ഒരിക്കലും പറയില്ല, നമ്മളെ പോലെയുള്ള ഒരു തന്നെയുള്ളൂ. ശാന്തിലാൽ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് എന്നാണ്. അങ്ങനെ തുടങ്ങി അവർക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും, പ്ലേസ്മെന്റ് കൊടുക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പ്ലേസ്മെന്റ് നമ്മളെ കുട്ടികൾക്ക് ഒരു പെട്ടെന്ന് ഓർമ്മ വന്നോട് പറയാണ്, ജിഷ എന്ന് പറഞ്ഞൊരു അമ്മ, ആദ്യ 2 മക്കളും ഇവിടെ പഠിക്കുന്നത്, നിജിനും അതുപോലെ നവീനും. രണ്ടുപേരും ഇന്ന് അറേബ്യൻ കൺട്രീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് പഠിച്ചിറങ്ങി 3ാമത്തെ ദിവസം തന്നെ അവനെ കൊണ്ടുപോയി, മൂത്ത മകനെ കൊണ്ടുപോയി. അവൻ അവിടെ അത്യാവശ്യം നല്ല സാലറിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പെരുന്നാളിന്റെ, നമ്മുടെ ബലിപെരുന്നാളിന്റെ പിറ്റേ ദിവസം രാത്രി എനിക്ക് ആ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇമോഷണലി സംസാരിച്ച്, സിംഗിൾ മദറിലൂടെയാണ് 2 പിള്ളേരെയും ഒമാനിലേക്കാന്ന് തോന്നുന്നു കൊണ്ടുപോയി. 2 പേരും അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 കുട്ടികളും നമ്മുടെ സാറന്മാർക്ക് ഏതാണ്ട് ഒരു 11:30 ടൈമിൽ രാത്രി മെസ്സേജ് അയക്കും, സാർ ഇന്ന വർക്കാണ് വന്നിട്ടുള്ളത്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ റിലേഷൻഷിപ്പും കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കുട്ടികൾക്ക് ഏത് കാലത്താണോ ഡൗട്ട്സ് വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് പോകും. ഡൗട്ട്സിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ഇപ്പൊ ഈ എബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ടല്ലോ, ഇതിപ്പോഴും എപ്പോഴും ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ, കാരണം അവരൊരു എന്താ പറയുക, പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ്. ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ കയറി കുറച്ച് കഴിയുമ്പോൾ അയ്യോ അതെന്താണെന്ന് അറിയില്ല, അത് അപ്ഡേഷൻ ഇല്ല. യൂസഫ് എന്നൊരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ വിളിച്ചിട്ട് സറാക്ക ഞാൻ പഠിച്ച ഒരു സാധനമല്ല ഇവിടെ വന്നിട്ടുള്ളത് സോഫ്റ്റ്വെയറിൽ, അതെന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു നേരെ അശ്വിൻ സാറിനെ വിളിക്ക്, വാട്സപ്പ് കാര്യങ്ങൾ ഡീൽ ചെയ്ത് തരും. അപ്പോ അവൻ വളരെ ക്രാഷ് കോഴ്സ് ആയിരുന്നു അല്ലേ, അത് 5 ദിവസം 6 ദിവസമൊക്കെ ഉണ്ടായിട്ടുള്ളൂ, ഒരാഴ്ചയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, അശ്വിൻ സാറിനെ വിളിക്ക്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് പിന്നെ നമുക്ക് പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിത് ചോദിക്കാനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ അക്കൗണ്ട്സ് ഫീൽഡിലും ഫിനാൻസ് ഫീൽഡിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന അബ്രോഡ്. അപ്പോ ചില കാര്യങ്ങൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അവിടുത്തെ കാര്യങ്ങൾ, അവരുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും. ചില കാര്യങ്ങൾക്ക് നമ്മൾ പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അവരവിടെ ആകെ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക, അവർക്കൊരു സ്ട്രക്ചർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകം അവർക്കില്ല, മാത്രമേ ഉണ്ടാവുള്ളൂ. ചോദിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഞാൻ ഒരാഴ്ച ടൈം കൊടുത്തിട്ടും സൊല്യൂഷൻ കിട്ടില്ല. ലാസ്റ്റ് സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അന്നുണ്ടായത്. അതായത് നമ്മളിവിടെ ഫാക്കൽറ്റീസ് ഒക്കെ ഇരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യും, പുതുതായി വരുന്ന ടെക്നോളജീസിനെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അതിൽ എന്തൊക്കെ പുതിയത് നമ്മൾ പഠിക്കണം, നമുക്ക് എന്തൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതനുസരിച്ചിട്ട് നമ്മുടെ സിലബസിൽ എന്തൊക്കെ മാറ്റം വരുത്തണം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെൽസിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ ഇന്നേ വരെയുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് ഇങ്ങനെ ഗ്രാജുവലി മാറി എന്തൊന്നാണോ ഇപ്പോൾ പിള്ളേർക്ക് ആവശ്യമുള്ളത് അതിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കലാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്, എന്നാൽ തിയറിയിലൊട്ടും കുറവുമില്ല. അപ്പോൾ പരമാവധി അപ് ടു ഡേറ്റ് ആയി തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഐഹബിൽ ഇരുന്ന മീറ്റിങ്ങിലല്ലേ നമ്മൾ 10 ദിവസമായിട്ടുള്ള നമ്മള് സിലബസ് റിവൈസ് ചെയ്തത്. കാരണം ഓരോ 3 മാസം കൂടുമ്പോൾ നമ്മള് സിലബസ് റിവൈസ് ചെയ്യും, കാരണം ചെയ്തേ പറ്റൂ, കാരണം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടാവും. പൊതുവേ നിങ്ങളുടെ ഐഡിയിലൊക്കെ കാണുന്നതെന്നറിയോ, SLC കഴിഞ്ഞവർക്ക് +2 കഴിഞ്ഞവർക്ക് കാണുന്നുണ്ടാവാം, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഡിഗ്രി പിള്ളേരതൊന്നും കാണാറില്ല. അപ്പൊ അവര് ചിന്തിക്കേണ്ടതെന്നറിയോ, ഡിഗ്രി കഴിഞ്ഞവർക്കുള്ളതല്ല, അത് കുറഞ്ഞ കോഴ്സുള്ളവർക്കാണെന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ കുട്ടിയുടെ മഞ്ജിമ നല്ല കുട്ടിയായിട്ട് അവള് ലേഡീസ് കൂടെ പഠിക്കുന്നുണ്ട്, അതും സൺഡേ ബാച്ചില്. അത് മാത്രല്ല നാളെ ഈ ഇന്നിപ്പോ ജോയിൻ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നില്ലേ, ആള് ചാക്കിന്റെ ബിസിനസ്സാണ്. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് സാറേ, അതെ ഞാനാണ് എന്താ വെച്ചാൽ ഞായറാഴ്ച ആള് വാക്കിങ്ങിന് വന്നത്, ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ എണ്ണത്തിൽ ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്യാറുള്ളൂ. അപ്പൊ അന്ന് ഞാൻ അവിടെ ഉണ്ടായപ്പോ ഞാൻ സുരേഷ്, അപ്പൊ എന്നോട് പറഞ്ഞു സാറേ എനിക്ക് ചാക്കിന് കാശുണ്ടാക്കിയ ആള് മനസ്സിലായി. ആ ടൈം ഉണ്ടല്ലോ, ഗുജറാത്തോ അല്ലെങ്കിൽ രാജസ്ഥാനിലേക്കൊക്കെയാണ് ഈ ചാക്ക്, കാൽച്ചാക്കില്ലേ നമ്മളെ അരിച്ചാക്ക്, ഈ സാധനം കൊണ്ട് ഇപ്പൊ ആള് പറയാം പൈസ ഒക്കെ ഉണ്ടാക്കി, പക്ഷെ ഇപ്പൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ചാക്ക വരുന്നത്. അപ്പൊ ഞാൻ എന്റെ റൂം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഒരു ജോലിക്കാരനെ വെച്ചു, മൊബൈൽ ഷോപ്പ് ഇട്ടു. ജോലിക്കാരൻ 5 മണി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
കള്ളും കുടിച്ച് പ്രശ്നമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പഠിക്കാം, അങ്ങനെ വന്നിട്ട് പഠിക്കണേ. അപ്പൊ ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല, ആ ഏത് ഏജിലും വന്ന് പഠിക്കാം. അല്ല ശരിക്കും പറഞ്ഞാല് യെസ് KCB റിട്ടയർ ആയിട്ട് അതൊക്കെ ഭയങ്കര വലിയൊരു കഥയാണ്. ഇവര് വന്നിട്ടേ എനിക്ക് പഠിക്കാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് പഠിക്കാൻ ഏജ് എത്ര ഉണ്ടാവും? 57 വയസ്സായി. 57 വയസ്സായില്ലേ? ഫാക്കൽറ്റിയാണ് ആള്. 5th മൊഡ്യൂള് കൈകാര്യം ചെയ്യുന്നത്, അതായത് സർവീസിങ് കൈകാര്യം ചെയ്യാം. അത്രയും കാലിബറാ. ഞാൻ പറഞ്ഞത് ഭയങ്കര വൈബ്രന്റ് ആണോ. ഞാൻ ഒരു അയാള് എപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ 5th മൊഡ്യൂളുണ്ട്. ഐഹബിന്റെ തൊട്ടിപ്പുറത്ത് നമ്മളെ 5th മൊഡ്യൂള് ഉള്ളത്. അപ്പൊ അത്രയും എനർജറ്റിക്കാ കുട്ടികളോടൊക്കെ പെരുമാറുന്നത്. ഞങ്ങൾ ടൂർ പോയിട്ടേ, ഞങ്ങൾ ഫാക്കൽറ്റി സ്റ്റാഫ് വെറുതെ ഒരു 1 ഡേ ടൂർ ഞങ്ങൾ പോയി. അവിടുന്ന് അവിടെ എത്തുന്നത് വരെയും അവിടെ എത്തിയിട്ടും തിരിച്ചും വന്നിട്ട് ആ ഒരു യുവത്വം ഞാൻ മൂപ്പരിലെ കണ്ടത്. എനിവേ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് പ്രായവും പ്രശ്നമില്ല. ആഗ്രഹം ഉണ്ടോ രക്ഷപ്പെടണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും എടുത്തായിക്കോട്ടെ, ഇനി ജോലി ചെയ്യുന്നവരായിക്കോട്ടെ. പോലീസുകാരൊക്കെ ഉണ്ട് ഇപ്പോഴും. ഒരു സാറ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൺഡേ ബാച്ചില്. എന്ത് സാറിന്റെ പേര്? ഫിലിപ്പ് മാഷ്. ആളുടെ ഇതുപോലെ അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവര് നമുക്ക് എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. അത് ശരി. സയൻസ് എടുത്ത ആളുകൾ കുറച്ചും കൂടെ ഇതിനോട് താല്പര്യം. ഫിലിപ്പ് മാഷ് പറഞ്ഞിട്ട് സാറ്. അപ്പൊ അങ്ങനെ ഏജ് വേറൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒക്കെ എന്റെ ഏജാ, 18 വയസ്സ്. എല്ലാരും എന്താണ് വളരെ രസകരമായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസ് പുറത്ത് പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സ്കൂളില് നമ്മളിവിടുന്ന് ഫാക്കൽറ്റി പോയിട്ട് പഠിപ്പിക്കും. അതിങ്ങനെ നമുക്കൊരു എൻക്വയറി വന്നു. അതായത് ഒരു ഏതോ നമ്മളെ ചേലക്കര ഭാഗത്ത് സാറ് ഇപ്പോഴും ഉണ്ട്, അക്ഷയ് സാറ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്നു. ആ ഗവൺമെന്റ് സ്കൂളിലെ ആളാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്, സ്മാർട്ട് ഫോൺ ടെക്നോളജി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. അക്ഷയ് എന്നാണ് പേര്. ഈ ശനിയാഴ്ച ആ സ്റ്റുഡൻസിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ട്, വൈവേ എന്നാണിട്ട്. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, എനിക്ക് ഞാൻ ഒരു വർത്താനൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, അവർക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. എന്താണ് സ്മാർട്ട് ഫോൺ ടെക്നോളജി എന്ന് അറിയാൻ വേണ്ടി. കാരണം പലരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ പണ്ടത്തെ എന്റെ ഉമ്മാനോട് ഉമ്മ ഒരു മൊബൈൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ മൊബൈൽ ഷോപ്പിൽ എടുത്തു കൊടുക്കുന്ന ആളെന്നുള്ള ചിന്തയാണ് തോന്നുന്നത്. നേരെ മറിച്ച് ഒരു എഞ്ചിനീയർ എന്താണോ ചെയ്യുന്നത് അതുപോലത്തെ കുറെ വർക്കുകൾ ഇവര് ചെയ്യുന്നുണ്ട്. +1 തോറ്റ കുട്ടി അല്ലെങ്കിൽ SSLC തോറ്റ കുട്ടി നമ്മൾ പല ഒരു കാറ്റഗറി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ കുട്ടികൾ ഇതിന്റെ ചിപ്പ് ലെവൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. റെസിസ്റ്റർ കോഡുകളും കാര്യങ്ങളും എല്ലാം ഇവര് പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടെക്നീഷ്യൻ എന്ന് പറയുന്നത് അത്രയും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മൂല്യമുള്ള ജോബാണത്. അത് മനസ്സിലാക്കാൻ നമ്മുടെ ഇപ്പോഴാണ് ആളുകളിലേക്ക് അതിന്റെ ഒരു വില, ഇത്രയും വാല്യൂ ഉള്ള ഒരു ജോബാണ് ഇപ്പോഴാണ് ആളുകളിലേക്ക് എത്തി തുടങ്ങുന്നത്. അവയർനെസ് ഇപ്പോഴാണ് ആയത് എന്നുള്ളത്. നീ ഇപ്പോ മുമ്പ് പിന്നെ അജു ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ, +2 പഠിച്ചിട്ട് കുറെ പഠിച്ചിട്ടും വേറെയും കുറെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഞാൻ അനുഭവിച്ചതാണേ. കാരണം ഇങ്ങനെ ആലോചിക്കേ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഇതേ പറ്റുള്ളൂ. കാരണം ഞാൻ +2 വരെ, എനിക്ക് +2 യോഗ്യത ഉള്ളൂ. എനിക്ക് ഡിഗ്രി കിട്ടിയിട്ടില്ല, കാരണം പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാധനം കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയും എന്നെ സാറെന്ന് വിളിക്കേണ്ട ഗതികേട്. അപ്പൊ എനിക്കത് കിട്ടിയെന്ന് എഴുതിക്കോ. എനിക്കൊരു എന്റർപ്രണർഷിപ്പ് ട്രെയിനിങ്ങും ഇത് പഠിക്കാനുള്ള ഒരു സാധനമാണ് എന്റെ രക്ഷകർത്താക്കൾ ചെയ്തു തന്നെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ പറ്റൂല എന്നുള്ളതൊക്കെ ആണെങ്കിലും ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ആളുകളും 10,000 രൂപക്കാണ് അല്ലെങ്കിൽ ചെറിയ പൈസക്കാണ് ടെലികോളിംഗ് ആണെങ്കിലും ശരി, മറ്റുള്ള സാധനങ്ങളാണെങ്കിലും ശരി, ചെറിയ അക്കൗണ്ടന്റ് ആയിട്ടാണ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ഈ 10,000 രൂപ 15,000 രൂപയാണ് കിട്ടുന്നത്. ഒരു വർഷം കഴിഞ്ഞ് 20,000 രൂപയാണ് സാലറി കിട്ടുന്നത്. പിന്നെ എന്തിനാണ് ഈ 4 വർഷത്തെ ഡിഗ്രി പഠിക്കുന്നത്? പിന്നെ വേറൊരു വിഷയം അല്ല, വേറൊരു കാര്യം കേട്ടോ. ഡിഗ്രിയുടെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സർട്ടിഫിക്കറ്റിന് ഈ മാനേജർ പോസ്റ്റ് അങ്ങനെയുള്ള ഹൈറാക്കികൾ ഉണ്ടല്ലോ, അത് മാത്രമേ അതുകൊണ്ട് ഉപയോഗമുള്ളൂ. ലേബറിന് ടെക്നിക്കലായിട്ടുള്ള സ്കില്ല് അത് ചിലപ്പോ ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല. താഴെ തട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം വേറെ വിഷയമുണ്ട്. ഇന്ന് എന്റെ മോന് 6ാം ക്ലാസ് പഠിക്കാം. ഞാനിങ്ങനെ ആലോചിക്കും, ഞാനൊക്കെ 6ാം ക്ലാസ് പഠിച്ച് എന്തെങ്കിലും കാര്യം അല്ല സംഭവം ഇല്ലാതെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നല്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എന്താ നമ്മള് എന്താണ് നമ്മളിപ്പോ സ്കിൽഡ് ലേബർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവ് തന്നെയാണ് അവിടെ ഡിഗ്രി ഒന്നും നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ട്
ആ സ്കില്ലനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ. നമ്മൾ പൈസ ഉണ്ടാക്കുന്നതാണെങ്കിലും ഒക്കെ സ്കിൽ ഓറിയന്റഡ് ആയിരിക്കും. പിന്നെ ഈ പറയുന്ന ഡിഗ്രി ആ മേഖലയിൽ പോകുന്നത് ഞാൻ അതിനെ അതാ. പക്ഷെ നമ്മള് പുറത്തൊക്കെ പോയി കഴിഞ്ഞാലേ ഇത് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പൊ ഉദാഹരണം അജു പറഞ്ഞൊരു വർത്താനം, അപ്പൊ അവർക്ക് ഉദാഹരണം പറയാണ്, ഈ +1 പഠിക്കുന്ന കുട്ടിക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി അന്ന് മുതൽ എന്ത് ചെയ്യാം, ഒരാഴ്ചയിൽ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ മതി. അവൻ ഏതാണ് താല്പര്യം അത് പഠിപ്പിക്കാം. അത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് +2 കിട്ടിക്കോട്ടെ. +2ന് ശേഷം അവന് ജോലിക്ക് പോകുന്ന പറ്റുന്ന രൂപത്തില് അങ്ങനെയൊക്കെ നമ്മള് സിലബസിനും സംവിധാനത്തിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആവുന്നില്ല. നമ്മൾ അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് സൺഡേയിൽ നമുക്ക് എന്ത് ചെയ്യാം, സൺഡേ സാറ്റർഡേ അവർക്ക് ഫുൾ ഡേ ക്ലാസ്. SSLC ആണെങ്കിലും +2 പരീക്ഷ ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യും, ഒരു വർഷം ട്രെയിനിങ്ങും, അതായത് ജോലി ഷോപ്പില് ട്രെയിനിങ്. ഇങ്ങനെ പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ നമുക്ക് പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളും പഠനം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു മാസം മുഴുവൻ ടൈം, അതായത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസം ഫെബ്രുവരി നമ്മൾ നിർത്തും. കാരണം ഫെബ്രുവരി മാർച്ച് ഒരു +2നും ആണെങ്കിലും 10ാം ക്ലാസ്സിനും പഠിക്കട്ടെ. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ഒരു മാസം അവർക്ക് എന്ത് ചെയ്യും, ട്രെയിനിങ്, സർവീസ് ട്രെയിനിങ് കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യും, നമ്മൾ ഷോപ്പിലേക്ക് ട്രെയിനിങ്ങിന് വിടും. അത് പഠനം തന്നെയാണ്. വേറൊരു കാര്യം, ഇപ്പൊ ടെക്നീഷ്യൻ കോഴ്സ് ചെയ്ത ആൾക്കുണ്ടല്ലോ, നല്ലൊരു കമ്പനിയിൽ സെയിൽസിൽ പോവാൻ ബെസ്റ്റ് ഓപ്ഷന് അതായിരിക്കും. അതായത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോസസ്സറിനെ കുറിച്ചിട്ടും അവരെ ആവശ്യം നീഡ് എന്താണ്, ഇപ്പൊ എല്ലാവർക്കും എല്ലാവരും നീഡ് അറിയില്ല. ചില ആളുകൾ വെറും ഫോട്ടോ നല്ല ക്യാമറ ഉണ്ടോ എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ്. അവരാർക്ക് ആവശ്യമുള്ള നീഡ് എന്താണെന്ന് നോക്കിയിട്ടാണ് ഒരാൾ ഫോൺ മേടിക്കേണ്ടത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പൈസ കളയുന്നത് തുല്യാണ്. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഇതുമായിട്ട് നല്ലൊരു നോളജ് ഉള്ള ആൾക്കേ പറ്റുള്ളൂ. സാധാരണ ഒരു സെയിൽസിൽ പോയി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവര് ചെയ്യെന്താണെന്നറിയോ, അവർക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന കുറച്ച് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. ആ ബ്രാൻഡിനെ അവര് പൊക്കിപ്പറയും, പ്രൊമോട്ട് ചെയ്യും, തലക്കടിച്ചു. എന്നെ ഇഷ്ടംപോലെ ആളുകൾ വിളിക്കാറുണ്ട്. ഞാൻ നേരെ ഇവിടെ അശ്വിൻ സാർ അല്ലെങ്കിൽ ജസീം സാറിനെ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം. കൂടുതൽ എന്തുണ്ട് അതില്, ഓരോ ഫോൺ ഇറങ്ങും അത് പഠിക്കണം. എന്നെക്കാട്ടിലും കൂടുതൽ അശ്വിൻ ഇതെന്താണ് ഇതിന്റെ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ 20,000 എന്നെ വിളിച്ചിട്ട് പറയാം. അപ്പൊ 20,000 രൂപ ഇന്ന് ഒരാൾ വിളിച്ചു, ഒരാള് എന്നെ വിളിച്ചിട്ട് സാർ അതെ 20,000 എന്റെ കയ്യിലുള്ളത്. അപ്പൊ തന്നെ ഞാൻ പറയാം, അവർക്ക് എല്ലാവർക്കും എനിക്ക് അപ്പൊ ഞാനത് നോക്കിയിരിക്കാണ്. സ്വാഭാവികമായിട്ടും ഞാനത് അപ്ഡേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണല്ലോ ഒരു ഇത്. ഞാൻ എന്ത് ചെയ്യും, ഞാനത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്നെക്കാട്ടിലും വളരെ വേഗത്തിൽ. അതെ, അതിന് മൂത്താശാരി അൻസാർ സാറാണ് ഞാൻ പറയാം. കാരണം ആള് ആപ്പിളിലായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു അതിനൊരു ചൊയ എന്നൊക്കെ പറയും ഞങ്ങൾ മലപ്പുറക്കാര്. ഒരു ചൊയ ഉണ്ടായതുകൊണ്ടാണല്ലോ ആള് ഐഫോണിലൊക്കെ പോയി. അതായത്